ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ ഏറെ വിസ്മയിപ്പിച്ചിട്ടുള്ള സഖാവ് കൂടിയാണ് കെ ദാമോദരൻ. ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തുക മാത്രമല്ല, മലബാർ പോലെ മലപ്പുറം പോലെയുള്ള ഒരു സൂക്ഷ്മസ്ഥലിയിൽ അവിടുത്തെ സവിശേഷമായ സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ സാമൂഹ്യ വിഭാഗങ്ങളെ എങ്ങനെ വർഗ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ കൂടിയായിരുന്നു കെ ദാമോദരൻ. ജോലി വിയർപ്പുകൾ വറ്റും മുമ്പ് കൂലി കൊടുക്കണമെന്നരുൾ ചെയ്ത കൊല്ലാക്കൊലകൾ എതിർക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻകിലാബ് സിന്ദാബാദ്, അല്ലാഹു അക്ബർ സിന്ദാബാദ് എന്ന് പൊന്നാനിയിലെ ബീഡിത്തൊഴിലാളികൾക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ഒരു സഖാവ് കൂടിയായിരുന്നു കെ ദാമോദരൻ. സഖാവ് ദാമോദരൻ്റെ ഈ 50ാം ചരമവാർഷിക ദിനത്തിൽ നമ്മൾ ആ സ്മരണ പുതുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ദർശനങ്ങളെ ഒരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യത്തിൽ നിന്നും വായിച്ചെടുക്കാൻ ശ്രമിച്ച ദിഷണാശാലി കൂടിയായിരുന്നു കെ ദാമോദരൻ. ഇന്ന് ഈ 2026 നമുക്ക് കാണാൻ പറ്റുന്നത് അതേ ഇന്ത്യൻ ദർശനങ്ങളെയും പുരാണങ്ങളെയും വളരെ സവിശേഷമായ രീതിയിൽ അപനിർമ്മിച്ചുകൊണ്ട് ഒരു ഫാഷിസ്റ്റ് ഭരണക്രമത്തിന് വഴിയൊരുക്കുന്ന ഒരു സവിശേഷ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ സ്മരണ പുതുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ചരിത്ര വിദ്യാർത്ഥിയായ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കെ ദാമോദരൻ്റെ ദൈക്ഷണിക സംഭാവനകളെ നമുക്ക് ആയുധമായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യൻ ഫാഷിസത്തെ പ്രതിരോധിക്കാനാവും. അതാവട്ടെ നമ്മുടെ ശ്രമം എന്ന് ആമുഖമായിട്ട് പറയുകയാണ്. ഇന്ത്യ എന്ന ആശയം എന്നുള്ളതിനെ കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഭൂപ്രദേശത്തിൻ്റെ പേരല്ല, മറിച്ച് അതൊരു ആശയത്തിൻ്റെ പേരാണ്. ഇപ്പം എങ്ങനെയാണ് ഈ ആശയം രൂപപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5000 വർഷങ്ങളിലൂടെ രൂപപ്പെട്ട ഒരാശയമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള ബഹുത്വത്തിൻ്റെ ബഹുലതകളുടെ ഒരു മഹാബാഹുല്യത്തിൻ്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. രുചിശീലങ്ങളുടെ, വസ്ത്രധാരണ രീതിയുടെ, ഭാഷയിൽ, ജാതിയിൽ, മതവിശ്വാസങ്ങളിൽ, സാഹിത്യ രൂപങ്ങളിൽ, എല്ലാ അർത്ഥത്തിലും ഈ എല്ലാ മേഖലയിലും നമുക്ക് ഈ വൈജാത്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ 300 രാമായണങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട് AK രാമാനുജൻ്റെ. ആ 300 രാമായണങ്ങൾ 18 വർഷം മുമ്പ് ഈ സംഘപരിവാറിൻ്റെ നിർദ്ദേശപ്രകാരം ഡൽഹി യൂണിവേഴ്സിറ്റി അവരുടെ സിലബസിൽ നിന്ന് അത് എടുത്തു മാറ്റി. എന്തുകൊണ്ടായിരിക്കാം അതെടുത്തു മാറ്റിയത്? അതെടുത്തു മാറ്റിയത് ഈ ബഹുത്വത്തെ അംഗീകരിക്കാൻ സംഘപരിവാർ തയ്യാറാവാത്തത് കൊണ്ടാണ്. ഇന്ത്യ എന്ന ബഹുത്വത്തെ, ബഹുലതയെ അംഗീകരിക്കും. കാരണം എന്താ? അതിനകത്ത് 300 രാമായണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇവർ പറയുന്നു നമുക്ക് ഏക രാമായണം, വാൽമീകിയുടെ രാമായണം മാത്രം മതി. അതിനകത്ത് അതിസുന്ദരമായിട്ടുള്ള ഒരു കഥ പറയുന്നുണ്ട് AK രാമാനുജൻ. അതായത് കന്നഡ ആദിവാസികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു രാമായണത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. അതിങ്ങനെയാണ്: ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മോതിരം താഴോട്ട് വീഴുകയാണ്. അപ്പോൾ താഴോട്ട് വീണ മോതിരം ചെറിയ ദ്വാരത്തിലൂടെ അടിയിലൂടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നമ്മുടെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻ നീ ആ മോതിരം എനിക്ക് എടുത്ത് താന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആകാര സംക്രമണ ശേഷിയുള്ള ഏത് രൂപത്തിലേക്ക് ചെറുതാവാനും വലുതാവാനും ശേഷിയുള്ള ആകാര സംക്രമണ ശേഷിയുള്ള ഹനുമാൻ ഈ മോതിരം വീണ ഈ ചെറിയ ദ്വാരത്തിലൂടെ ചെറുതായി മാറിയിട്ട് അങ്ങ് താഴോട്ട് പോവുകയാണ്. അത് അവസാനം ഈ മോതിരം ചെന്ന് വീഴുന്നത് ഈ അതല ചക്രവർത്തിയുടെ, പാതാളത്തിലെ അതല ചക്രവർത്തിയുടെ കൊട്ടാരത്തിലാണിത് ചെന്ന് വീഴുന്നത്. അങ്ങനെ അവിടെ എത്തുകയാണ് നമ്മുടെ ഹനുമാൻ. അപ്പോൾ രാമ 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 എന്നിങ്ങനെ ജപിക്കുന്നുണ്ട്. ആ സമയത്ത് അതല ചക്രവർത്തി പറഞ്ഞ രാക്ഷസ ചക്രവർത്തിയാണ്. രാക്ഷസ ചക്രവർത്തിക്കുള്ള ഭക്ഷണം വലിയ കുമ്പാരമായിട്ടുള്ള വലിയ ഈ നിങ്ങൾ പറയും സാൻ എന്ന് പറയും കോഴിക്കോട്ടുകാർ, വലിയ പാത്രം, അതിങ്ങനെ കൂമ്പാരമായിട്ട് വെച്ചിട്ട് ഈ പരിചാരകന്മാരിങ്ങനെ കൊണ്ടുവെക്കുകയാണ്. അപ്പോഴാണ് ഈ ചെറിയ
അവരുടെ കാഴ്ചയിൽ ഈ ചെറിയ ഹനുമാനെ കാണുന്നു. അപ്പം ഈ രാമരാമ ജപിക്കുന്ന ഹനുമാനെ ഈ പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ എടുത്ത് വെക്കുകയാണ്, ഒരു ഐറ്റായിട്ടേ. അപ്പോഴാണ് ഈ ഭക്ഷണം കഴിക്കാൻ വരുന്ന അതല ചക്രവർത്തി, അല്ല നീ എങ്ങനെ എവിടെ എത്തിയത് ഹനുമാനെന്ന് ചോദിക്കുകയാണ്. അപ്പം ഹനുമാനും രാമനും ഒക്കെ അറിയുന്ന ഒരാളാണ് ഈ അതല ചക്രവർത്തി. അപ്പം കാര്യം പറയുകയാണ്, എൻ്റെ യജമാൻ്റെ മോതിരം എങ്ങനെ വീണു, അവസാനം അത് എൻ്റെ പിറകെ വന്ന് ഞാൻ ഇവിടെ എത്തി, എനിക്ക് എൻ്റെ ഏമാൻ്റെ മോതിരം കിട്ടണം എന്ന് പറയും. അപ്പോൾ അതല ചക്രവർത്തി പറയാണ്, അതാ ഈ ഹാളിൻ്റെ അങ്ങേ അറ്റത്ത് വലിയൊരു ചെമ്പ് തട്ടിയുണ്ട്, ചെമ്പ് പാത്രമുണ്ട്, അത് നിറയെ മോതിരമാണ്, നിൻ്റെ ഏമാൻ്റെ മോതിരം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എടുത്തോന്ന് പറയും. അങ്ങനെ ഈ ഹനുമാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ 100 കണക്കിന് മോതിരങ്ങളാണ്. തൻ്റെ യജമാനൻ്റെ മോതിരം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്ര സമാനമായിട്ടുള്ള രൂപമാണ് മോതിരങ്ങൾ. അപ്പോൾ വിഷണ്ണനായിട്ട് ഇദ്ദേഹം തിരിച്ച് അതല ചക്രവർത്തിയുടെ അടുത്ത് ചെല്ലുകയാണ്. എനിക്ക് എൻ്റെ ഏമാൻ്റെ മോതിരം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതല ചക്രവർത്തി പറയാണ്, അതങ്ങനെയാണ്, ഓരോ സമയത്തും രാമൻ അദ്ദേഹത്തിൻ്റെ വാഴ്ച കഴിയുമ്പോൾ ഒരു മോതിരം അങ്ങോട്ടേക്ക് ഇടും, അപ്പോഴൊക്കെ ഞാൻ അത് ഓരോന്നും എടുത്ത് വെക്കും. ഇനിയിപ്പോൾ നിൻ്റെ യജമാൻ്റെ മോതിരം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നീ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക്, അയോധ്യയിലേക്ക് എത്തുമ്പോഴേക്ക് നിൻ്റെ ഏമാൻ സരയൂ നദിയിൽ ജലസമാധിയായിട്ടുണ്ടാവും, ലവകുശന്മാർ ഭരണത്തിലേറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നാടോടി രാമായണമാണത്. കർണാടകയിലെ ആദിവാസികൾക്കിടയിൽ. അപ്പോൾ ഇതാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്, ഇതാണ് ഇന്ത്യയുടെ ബഹുത്വം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് മലബാറിൽ മാപ്പിള രാമായണം ഉണ്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. അന്നു താടിക്കാരനൗലി പാടി വന്നൊരു പാട്ട് കേട്ടതല്ലേ ഞമ്മളീ രാമായണം കഥ പാട്ട്. നല്ല രസമുള്ള സാധനമുണ്ട്. 3 പെണ്ണിനെ ദശരഥ നിക്കാഹ് ചെയ്ത പാട്ട്, അമ്മി കുമ്മായം മറിഞ്ഞും മക്കളില്ല പാട്ട്, നഞ്ചു നക്കിയ പടച്ചോൻ്റെ വില്ലൊടിച്ച പാട്ട്. ആരെ ഈ നഞ്ചു നക്കിയ പടച്ചോൻ? നീലകണ്ഠൻ. ഇത്ര രസമുള്ള, അവസാനം പല ഇശലുകളിലൂടെ ആ പാട്ട് ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതാണ് ഇന്ത്യയുടെ ബഹുത്വം എന്ന് പറയുന്നത്, ഇതാണ് ഇന്ത്യയുടെ വൈജാത്യം എന്ന് പറയുന്നത്, ഈ വൈജാത്യമാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വേണ്ട, നമുക്കൊരൊറ്റ രാമായണം മതി, നമുക്കൊരൊറ്റ മഹാഭാരതം മതി, നമുക്കൊരൊറ്റ ഗീത മതി. ഇതാണ് പ്രശ്നം. അപ്പം ഈ പറയുന്ന കൾച്ചറൽ ഹോമോജിനൈസേഷൻ എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. സാംസ്കാരികമായിട്ടുള്ള ഏകീകരണം, എല്ലാ തരത്തിലുള്ള വൈജാത്യങ്ങളെയും മാറ്റിയിട്ട് ഒരൊറ്റ സാധനം, 1 നേഷൻ, 1 റിലിജിയൻ, 1 ലാംഗ്വേജ്, 1 കൾച്ചർ. ഇതാണ് ഫാഷിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല 5000 വർഷം. നമുക്ക് ഋഗ്വേദത്തിലേക്ക് പോവുക. ആനോഭദ്ര കൃതവേ എന്തു വിശ്വതേ. ആനോഭദ്ര കൃതവേ എന്ന്, ഞാൻ മാപ്പിളയാണ്, എനിക്ക് സംസ്കൃതമൊക്കെ അത്ര സ്ഫുടമായിട്ടൊന്നും ഉച്ചരിക്കാൻ പറ്റിയെന്ന് വരില്ല, ശരിയില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ആനോഭദ്ര കൃതവേ എന്തു വിശ്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഗ്വേദം പറയുന്നത്, ലെറ്റ് ഐഡിയാസ് കം ഫ്രം ഡിഫറെൻ്റ് ആംഗിൾസ്. വ്യത്യസ്ത ദിശകളിൽ നിന്നും ആശയങ്ങൾ വരട്ടെ, എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളെയും സ്വീകരിക്കുന്ന ഒരു നിലപാടായിരുന്നു നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ടാഗോർ ശാന്തിനികേതൻ്റെ എംബളത്തിൻ്റെ അടിയിൽ വരച്ചു വച്ചിരിക്കുന്നത്, എത്ര വിശ്വം ഭവത് ഏകനീതം, ഈ ലോകം ഒരു പക്ഷിക്കൂടാവട്ടെ എന്നാണ്. ഈ രീതിയിൽ വൈജാത്യങ്ങളെ അംഗീകരിച്ചിട്ടുള്ള, അപ്പം ബുദ്ധൻ, അതിനുശേഷം നമുക്ക് ബുദ്ധനെ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഷഡ്ദർശനങ്ങൾ എടുത്തു നോക്കുക. ഷഡ്ദർശനങ്ങളിൽ 4 എണ്ണം, പകുതി എണ്ണവും നിരീശ്വര വിശ്വാസങ്ങളാണ് അല്ലേ? ബുദ്ധമതം, ജൈനമതം, സാഖ്യ ദർശനം, അതേപോലെ തന്നെ ലോകായുധ, ചാർവാകൻ.
അതൊക്കെ ആ കാലത്ത് ഇത്തരത്തിലുള്ള എല്ലാത്തരം വിശ്വാസങ്ങളും, ഒരുപക്ഷെ തൻ്റെ വിശ്വാസത്തെ അട്ടിമറിക്കുന്ന വിശ്വാസങ്ങളെയും അംഗീകരിക്കാനുള്ള വിശാല മനസ്കത. ഇപ്പം ലോകായുധ ഫിലോസഫി പറയുന്നത് യവത് ജീവേ സുഖം ജീവേ ഋണം കൃത്യ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യവത് ജീവേ സുഖം, ഇത് ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്. കടം വാങ്ങിയിട്ടെങ്കിലും ഘൃതം കഴിക്കുക, അതായത് നെയ്യ് കഴിക്കുക. കാരണം ഭസ്മീഭൂതസ്യ ദേഹസ്യ, ഈ ശരീരം ഭസ്മമാവാനുള്ളതാണ്. ഒരിക്കൽ ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ പുനരാഗമനം കുതഹ എന്നാണ്, പിന്നെ ഉണ്ടാവും, തിരിച്ചു കിട്ടൂല. ഇത് നമ്മുടെ പുരാതന കാലത്ത് ഉണ്ടായിരുന്ന സാധനമാണെന്ന് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ദൈവത്തെ നിഷേധിച്ചിട്ടുള്ള സാഖ്യ, അതുപോലെ തന്നെ ബൗദ്ധ, ജൈന, ശ്രമണ ദർശനങ്ങളൊക്കെ നമ്മൾ സഹവർത്തിത്വത്തോടെ ഇവിടെ നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ മധ്യകാലത്തേക്ക് പോയി നോക്കൂ. ഇപ്പം ഏറ്റവും വലിയ അപകടകാരി മധ്യകാലത്തെ സുൽത്താൻമാരാണെന്നാണല്ലോ ഈ പറയുന്ന സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നൊരാശയം. ഈ മധ്യകാലഘട്ടത്തിലെ സുൽത്താൻമാരൊക്കെ തന്നെ ഇപ്പോൾ അക്ബർ എടുത്തു നോക്കുക. അക്ബർ മുന്നോട്ട് വെച്ച ആശയം എന്താണ്? ഈ പലമയെ അംഗീകരിക്കുന്ന, ബഹുത്വത്തെ അംഗീകരിക്കുന്ന ഒരു ആശയമാണ് സുൽഹി കുൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ദിൻ ഇലാഹി എന്ന് പറയും. ദിൻ ഇലാഹിയുടെ ആശയം എന്ന് പറയുന്നത് സുൽഹി കുൽ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് ടു ആൾ. അത് തന്നെ അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇബാദത്ത് ഖാനയിൽ എല്ലാ മതത്തിൻ്റെ അപ്പോസ്തലന്മാരെയും ചിന്തകന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് ഈ വിവിധ മതവിഭാഗങ്ങളുടെ ഒരു വലിയ ചർച്ചയും സംവാദവും നടത്തിയതിന് ശേഷമാണ് അക്ബർ ഇങ്ങനെ ഒരു സമന്വയത്തിൻ്റെ മതം കൊണ്ടുവരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അക്ബറിൻ്റെയൊക്കെ കാലത്താണ് ഒരുപാട് ഹിന്ദുക്കളെ മതം മാറ്റി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, എങ്ങനെയാണ് യൂറോപ്പ് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് വരുന്നത്? എങ്ങനെയാണ് അമേരിക്ക ക്രിസ്ത്യാനികളുടെ രാജ്യമായത്? നിങ്ങൾക്ക് ചിലപ്പോൾ ചരിത്രത്തിൽ അത്ര ധാരണ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. റോമ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു വലിയ സർക്കാർ ഉത്തരവിലൂടെ പ്രഖ്യാപിക്കുകയാണ്, ഇനിമേൽ എൻ്റെ പ്രജകൾ എൻ്റെ മതമായ ക്രിസ്തു മതത്തിലായിരിക്കും വിശ്വസിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് യൂറോപ്പ് മുഴുവൻ ക്രിസ്ത്യാനികളുടെ നാടായതും അമേരിക്ക, അവിടെ നിന്ന് പോയ അമേരിക്ക. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ പറയുന്നത്, ഈ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഒരു ആഖ്യാനം എന്ന് പറയുന്നത്, ഇവിടുത്തെ മധ്യകാലഘട്ടത്തിലെ സുൽത്താൻമാരും തുർക്കികളൊക്കെയാണ് നിർബന്ധിത മതം മാറ്റം നടത്തിയ 10,000 ലക്ഷം. ഈ അക്ബർ എന്ന് പറയുന്നത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ബർമയൊക്കെ ഉൾപ്പെടുന്ന അഖണ്ഡ ഭാരതം 49 കൊല്ലം ഭരിച്ച ആളുകൂടിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സർക്കാർ ഉത്തരവിലൂടെ നാളെ മുതൽ ദിൻ ഇലാഹി ആയിരിക്കും നിങ്ങളുടെ മതമെന്ന് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന യൂറോപ്പിലൊക്കെ നടന്നതുപോലെ നടക്കുമായിരുന്നു. ഏത് സുൽത്താനും അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. എന്നിട്ട് ഇത്രയും വലിയ ശക്തിമാനായിട്ടുള്ള ഒരു ചക്രവർത്തിക്ക് ആ മതത്തിൽ അനുയായിയായിട്ട് കിട്ടുന്നത് ആരെയാണ്? ഒരു ബീർബലിനെ മാത്രമാണ്, കൊട്ടാരത്തിലെ ബീർബലിനെ മാത്രമാണ്. ഞാൻ പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണെന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഇസ്ലാമിക കിരാതത്വത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ട് സംഘപരിവാർ അവരുടെ സരസ്വതി വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഒരാളാരുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔറംഗസേബാണ്. ഞാൻ ഒരൊറ്റ കാര്യം, ഈ ഔറംഗസേബ് ഇതുപോലെ 52 വർഷം ഡൽഹി ഭരിച്ച ഏറ്റവും വലിയ സാമ്രാജ്യം, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം പല അമ്പലങ്ങളും തകർത്തിട്ടുണ്ട്, ഇപ്പുറത്ത് പല അമ്പലങ്ങൾക്കും. അതൊക്കെ തന്നെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിയുടെ ഭാഗമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിഷാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഈ പറയുന്ന ഋഗ്വേദ കാലം മുതൽക്ക് വിവിധ കാലഘട്ടങ്ങളിലൂടെ അനുവർത്തിച്ചു വരുന്ന ഒരു നയമുണ്ട്. ആ നയത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ബഹുത്വം എന്ന് പറയുന്നതും ബഹുസ്വര ഇന്ത്യ രൂപപ്പെടുന്നതും. അങ്ങനെയുള്ളൊരു ബഹുസ്വര ഇന്ത്യ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നു എന്ന് പറയുന്ന ഔറംഗസേബിൻ്റെ ഒരു നിഷാൻ 1638 ജയസിംഹൻ എന്ന് പറയുന്ന അദ്ദേഹം, ഒരു കാര്യം ശ്രദ്ധിക്കുക, അദ്ദേഹം രജപുത്ര രാജാവാണ്. ഔറംഗസേബിന് വേണ്ടി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടത് അദ്ദേഹമായിരുന്നു. അപ്പുറത്ത് ശിവാജിയുടെ നേതൃത്വത്തിൽ, ശിവാജിക്ക് വേണ്ടി ആരാ യുദ്ധം ചെയ്യുന്നത്? അത് മാപ്പിളമാരായിട്ടുള്ള
നേവൽ ഫോഴ്സ് ആയിരുന്നു എന്നുള്ളത്. അപ്പം ഇത് ഈ ശിവജിയും ഔറംഗസേബും തമ്മിലുള്ള യുദ്ധത്തെ ഇസ്ലാമും ഹിന്ദു യുദ്ധമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയും. എന്തായാലും ഈ റന്തംപൂരിലേക്ക് മാർച്ച് നടത്തുമ്പം, സൈനിക നീക്കം നടത്തുമ്പോൾ 1638 ഇദ്ദേഹം ഒരു നിഷാൻ കൊടുക്കുന്നുണ്ട്. ആ നിഷാനിൽ പറയുന്നത്, ഓൺ യുവർ വേ ടു രന്തംപൂർ ഡോണ്ട് ട്രൈ ടു ഡിസ്ട്രോയ് ദി റിലീജിയസ് ഷ്രൈൻസ് ഓഫ് എനി ഓഫ് ദി കമ്മ്യൂണിറ്റീസ്. ഏതെങ്കിലും മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ റന്തംപൂരിലേക്കുള്ള മാർച്ചിനിടയിൽ നീ നശിപ്പിക്കാൻ പാടില്ല. Those who discriminate on the basis of religion will be punished in this world and other world. ആരെങ്കിലും മതത്തിൻ്റെ പേരിൽ വിവേചനം നടത്തുന്നുണ്ടെങ്കിൽ അവനെ ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത് ശിക്ഷിക്കപ്പെടും എന്ന് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു നിഷാന് 1638 ഇദ്ദേഹം ഔറംഗസേബ് ജയസിംഹന് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ വേറൊരു തരത്തിലുള്ള ആഖ്യാനം വരുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരുന്നു. കാൺപൂരിൽ നിന്ന് ആരംഭിക്കുന്നത് മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന സിപ്പായിയാണ്, ശുദ്ധ ബ്രാഹ്മണനാണ്. അതൊക്കെ ഞാൻ ബ്രാഹ്മണൻ ഇൻവെർട്ടഡ് കോമയിലാണ്. എന്നിട്ട് കാൺപൂരിൽ നിന്നും മൈലുകളോളം അപ്പുറത്തുള്ള ഡൽഹിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. എന്നിട്ട് അവിടെ നട്ടപ്പാതിരക്ക് ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന അവസാനത്തെ മുഗൾ ചക്രവർത്തി, അദ്ദേഹം പെൻഷനൊക്കെ വാങ്ങി അസുഖമായിട്ട് വീട്ടിൽ കിടക്കുകയായിരുന്നു കൊട്ടാരത്തിൽ. അദ്ദേഹത്തെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നു, ആപേ ഷാഹിൻ ഷാഹേ ഹിന്ദുസ്ഥാൻ, നിങ്ങളാണ് ഹിന്ദുസ്ഥാൻ്റെ ഷാഹിൻഷാ, രാജാക്കന്മാരുടെ രാജാവ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മതപരമായ വ്യത്യാസമില്ല. അതായിരുന്നു 1857 എന്ന് പറയുന്നത്. ഹിന്ദു മുസ്ലിങ്ങൾ തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് ആ സമരം നയിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്കറിയാവുന്നതാണ്. ഇപ്പം നമുക്ക് ഈ പാട്ട് അന്നത്തെ കാലത്തെ ഓരോ വരികൾ നിങ്ങൾ എടുത്തു നോക്കുക. ഇഖ്ബാലിൻ്റെ സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹം ബുൽബുലേ ഹേ ഇസ്കി ഗുൽസ്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അടുത്ത വരി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. मजहब नहीं सिखाता आपस में भैर रखना, हिंदी है हम वतन है हिंदुस्ता हमारा. ഇതിനർത്ഥം എന്താ? മത്ലബ് ഏഹേക്ക് എന്നൊക്കെ പറയും നമ്മൾ ഹിന്ദി പഠിക്കുമ്പോൾ. ഇതിനർത്ഥം എന്ന് പറയുന്നത്, ഒരു മതവും മസ്ഹബ് നഹി സിക്കാത്ത ഒരു മതവും പഠിപ്പിക്കുന്നില്ല ആപ്പസ് മേ ഭൈർ രഖിന, നമ്മുടെ ഹൃദയത്തിൽ പക, അപരമത പക, വിദ്വേഷം സൂക്ഷിക്കണമെന്ന്. ഹിന്ദി ഹേ ഹം വത്തൻ ഹേ ഹിന്ദുസ്ഥാൻ ഹമാര, ഇതാണ് അന്നത്തെ മുദ്രാവാക്യം. മൗലാന ആസാദ് ഒരിക്കൽ പറയാണ്, കുത്തബ് മിനാറിൻ്റെ മുകളിൽ നിന്നും സ്വർഗത്തിൽ നിന്നൊരു മാലാഖ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് സ്വാതന്ത്ര്യം വേണമോ, രാജ്യം വേണമോ, അതോ ഹിന്ദു മുസ്ലിം മൈത്രി വേണോ, ഏതാ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് സ്വരാജ്യം, ഹിന്ദു മുസ്ലിം മൈത്രി മതി, സ്വരാജ്യം പിന്നെ കിട്ടിയാലും മതി. ഇതായിരുന്നു അത്. ഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പാട്ട് ഏതാ? ഒന്ന് രാംധൻ എന്ന് പറയുന്ന ഈശ്വരു അല്ലാ തേരെ നാം സബ്കോ സന്മതി ഥേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും വരും. വേറെ ഒന്ന് നരസി മേത്തയുടെ ഗുജറാത്തി കവിയുടെ വൈഷ്ണവ് ജന തോ തേനി കഹിയേ ജ പീഡ് ഫറായേ ജാനേരോ എന്ന് പറയുന്ന ഗുജറാത്തി കവി നരസി മേത്തയുടെ കവിതയുണ്ട്. ആ കവിതയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ശരിക്കുള്ള ഹിന്ദു, ആരാണ് ശരിക്കുള്ള വൈഷ്ണവ ഭക്തൻ, അതാരാണെന്നറിയാം. മറ്റുള്ളവൻ്റെ വേദന, അപരൻ്റെ വേദന തൻ്റേതാണ് എന്ന് സങ്കല്പിക്കുന്നത് ആരാണോ അവനാണ് യഥാർത്ഥ ഹിന്ദു, അവനാണ് യഥാർത്ഥ ഹിന്ദു വിശ്വാസി. ഇതാണ് നമ്മുടെ പാരമ്പര്യം. നെഹ്റുവിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ സെക്കുലർ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുകൊണ്ട് ബക്രാനങ്കലിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് നെഹ്റു പറയുന്നത് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളാണ് ഇന്ത്യയിലുടനീളം വേണ്ടത്. എപ്പോഴൊക്കെ നെഹ്റുവിൻ്റെ കാലത്ത് മതേതരത്വവും മതവും തമ്മിൽ സംഘർഷം ഉണ്ടാവുമോ അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം മതേതരത്വത്തിൻ്റെ കൂടെ നിന്നു. പക്ഷേ മിസിസ് ഗാന്ധിക്ക് ശേഷം നിങ്ങൾ കാണുന്ന എന്താണ്? മതേതരത്വവും മതവും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോഴൊക്കെ തന്നെ പിന്നീട് രാജീവ് ഗാന്ധി മുതൽക്കുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും മതത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ വർഗീയതയുടെ കൂടെ നിന്നു. ഇപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ 1949
നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായപ്പോൾ അത് പാകിസ്ഥാൻ ഉണ്ടായതിന് ശേഷമാണ് എന്ന് ശ്രദ്ധിക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലപ്പെട്ട ഹിന്ദു മുസ്ലിം വർഗീയ കലാപങ്ങൾക്കൊക്കെ ശേഷമാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ 50-ൽ നമ്മൾ റിപ്പബ്ലിക് ആവുന്നത്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതിനെക്കുറിച്ച് കമ്മത്തിനെ പോലെ സക്സേനയെ പോലെയുള്ളവർ വലിയൊരു വാദം മുന്നോട്ട് വെച്ചു. ഭരണഘടന നമുക്ക് തുടങ്ങേണ്ടത് ഇൻ ദി നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ വെച്ച് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് പറ്റില്ല. നമ്മുടെ പട്ടം താണുപ്പിള്ളിയൊക്കെ നിങ്ങൾ ഭയങ്കര ബോറനായിട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ കാണുന്നത്. പക്ഷെ പട്ടം താണുപ്പിള്ള അന്ന് പറഞ്ഞത് ഇവിടെ മതമില്ലാത്തവരുണ്ട്, അതുകൊണ്ട് ഒരിക്കലും പട്ടം താണുപ്പിള്ളിയാണത് പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മതരഹിതരായിട്ടുള്ളവരുണ്ട്, അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ ഭരണഘടന തുടങ്ങാൻ പാടില്ല. അങ്ങനെ ദൈവത്തിനെ വോട്ടിനിട്ട് തോൽപ്പിച്ച് നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങിയത്. The people of India having solemnly resolved to constitute India into a sovereign socialist democratic republic. ഇന്നലെ ശ്രദ്ധിക്കുക, ഇന്നലെ ഇന്ത്യയിലെ നവോദയ സ്കൂളുകൾക്ക് മുഴുവൻ ഇന്ത്യൻ ഭരണഘടനയുടെ കോപ്പി അയച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി. പക്ഷെ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഒമിഷൻ ഉണ്ട്. അതെന്താ അറിയോ? അതിനകത്ത് സെക്കുലർ സോഷ്യലിസ്റ്റ് എന്നുള്ള ആ 2 പദങ്ങൾ ഇല്ലാതെയാണ്. എത്ര സൂക്ഷ്മമായിട്ടാണ് ഇന്നത്തെ ഈ ഫാസിസ്റ്റ് ഭരണക്രമം നമ്മുടെ ഈ പറയുന്ന ബഹുസ്വര ഇന്ത്യയെ, മതേതര ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ തരത്തിലുള്ള ഇന്ത്യക്ക് ഒരു കാരണവശാലും ഈ ബഹുത്വത്തെ വിട്ടുകൊണ്ട്, ബഹുസ്വരതയെ വിട്ടുകൊണ്ട് ഏകാത്മകമായിട്ടുള്ള ഒരു സംസ്കാരത്തിന് കീഴിൽ ഇന്ത്യയെ കൊണ്ടുവരാൻ ആര് ശ്രമിച്ചാലും വിജയിക്കില്ല എന്നുള്ളതാണ്. അപ്പം സഞ്ജയ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മേഖലയിൽ, ചരിത്ര മേഖലയിൽ പ്രസിദ്ധനായിട്ടുള്ള സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ ഈസ്റ്റ് ഇന്ത്യ സിവിലൈസേഷൻ എ മിത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ ഒരിക്കലും ഒരു ഏകീകൃത സംസ്കാരമേ ആയിരുന്നില്ല, മറിച്ച് അതൊരു നാൽക്കൂട്ട പെരുവഴിയാണ് ഇന്ത്യ. ആ ഇന്ത്യ നമ്മൾ മറ്റുള്ളവർക്ക് സാംസ്കാരികമായി സംഭാവനകൾ അയൽപ്രദേശത്തിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ അയൽ പ്രദേശങ്ങളിൽ നിന്നും സാംസ്കാരിക അംശങ്ങൾ സാംശീകരിച്ച ഒരു നാടാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം, ഏകീകൃതമായിട്ടുള്ള ഒരു സംസ്കാരത്തിനും ഒരു ഭരണക്രമത്തിനും 140 കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കാനോ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അംഗീകരിക്കാത്തവർക്ക് ഈ പറയുന്ന ഫാഷിസത്തിൻ്റെ അല്ലെങ്കിൽ വർഗീയതയുടെ ഞരമ്പ് രോഗികളായിട്ട് തുടങ്ങി. ഈ ഞരമ്പ് രോഗം പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വരികയാണ്. സാർത്ര എന്ന് പറയുന്ന ലോകത്തെ വിസ്മയിപ്പിച്ച ചിന്തകനുണ്ട്, ജീൻ പോൾ സാർത്ര. അദ്ദേഹം ഈ ഭൂമിയിലെ പെറുക്കികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അൾജീരിയൻ വിപ്ലവത്തിൻ്റെ താത്വികാചാര്യനായിട്ടുള്ള ഫ്രാൻസ് ഫാനൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകമാണ്. 1920-കളിലാണ് അത് എഴുതുന്നത്. അതിന് ആമുഖം എഴുതിയത് സാർത്ര എന്ന് പറയുന്ന ചിന്തകനായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സെൻറ്റൻസ് ഇതാണ്: ഫ്രാൻസ് വാസ് ദി നെയിം ഓഫ് എ കൺട്രി. അതിൽ എഴുതിയിരിക്കുകയാണ്, ഫ്രാൻസ് വാസ് ദി നെയിം ഓഫ് എ കൺട്രി, ബട്ട് വി ഷാൽ ടേക്ക് കെയർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ബിക്കം ദി നെയിം ഓഫ് എ നെർവസ് ഡിസീസ്. ഫ്രാൻസ് ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു, അതൊരു ഞരമ്പ് രോഗത്തിൻ്റെ പേരാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഞാനിവിടെ അത് മാറ്റി പറയുകയാണ്. ഇന്ത്യ വാസ് ദി നെയിം ഓഫ് എ കൺട്രി, ബട്ട് ഇറ്റ് ഹാസ് ബിക്കം ദി നെയിം ഓഫ് എ നെർവസ് ഡിസീസ്. പക്ഷേ അത് ഒരു ഞരമ്പ് രോഗത്തിൻ്റെ പേരായി മാറിയിരിക്കുന്നു. ഒരു ബഹുസ്വര ഇന്ത്യ എന്ന് പറയുന്നത് അതിസുന്ദരമായിരുന്നു, എല്ലാവരെയും നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് സിയാവുൽ ഇസ്ലാമിൻ്റെ കഴിഞ്ഞ 4 മാസം മുമ്പ് ബീയിങ് എ മുസ്ലിം ഇൻ മോദീസ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി, 13 കൊല്ലമായി രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇവിടുത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷത്തിൻ്റെ പ്രാതിനിധ്യമില്ലാതെയാണ് ഭരിക്കുന്നത്. അവരൊരു കാൻഡിഡേറ്റിനെ പോലെ, ആകെ ഒരു കാൻഡിഡേറ്റിനാണ് ഈ ഇലക്ഷന് മുമ്പ് മത്സരിപ്പിച്ചത്. നമ്മുടെ സലാമായിരുന്നു, പഴയ VC.
അപ്പം നോക്കൂ, എങ്ങനെ പറ്റുന്നു ഒരു പാർട്ടിക്ക്? ഇന്ത്യൻ ജനാധിപത്യം എത്തിപ്പെട്ട ഏറ്റവും അതിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ മുസ്ലിം എന്ന വാക്ക് ഉച്ചരിക്കാൻ ധൈര്യപ്പെട്ടിട്ടുള്ള 3 പാർട്ടികളെ ഇന്ത്യയിലുള്ളൂ. കോൺഗ്രസ് ഒന്നും മുസ്ലിം എന്ന് പറയുന്ന പദം പോലും ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും DMK, ഈ 3 പാർട്ടികളെ ഇപ്പം നമ്മുടെ ബഹുസ്വരത എവിടെ എത്തി എന്നുള്ളതാണ്. അവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു MLA ഇല്ല, ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു MP ഇല്ല, ഒരു MP-യെ മത്സരിപ്പിക്കാൻ പോലും തയ്യാറല്ല. അതിന് തന്നെ ചൂട് പിടിച്ചുകൊണ്ട് രാജ്യത്തെ പ്രമുഖ സെക്കുലർ പാർട്ടികളൊന്നും തന്നെ മുസ്ലിങ്ങളെ മത്സരിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. മുസ്ലിം പ്രശ്നം ഇലക്ഷൻ കാലത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ആരാണ് ഇന്ത്യയുടെ അജണ്ട നിശ്ചയിക്കുന്നത് എന്ന് സച്ചിദാനന്ദ മാഷാണ് തോന്നുന്നത്. കുറച്ച് ഈ 2020 ജൂലൈ 5 ഓഗസ്റ്റ് 5-നാണല്ലേ നമ്മുടെ പ്രാണപ്രതിഷ്ഠ നടന്നത് അല്ലേ? നമ്മുടെ രാമക്ഷേത്രം ഒരു സെക്കുലർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ സച്ചിദാനന്ദ മാഷ് എഴുതി, നാം ഭാരതത്തിലെ പ്രജകളായി മാറിയിരിക്കുന്നു, ഇന്ത്യ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, മരിച്ചവരോടിപ്പോൾ അസൂയ തോന്നുന്നു. ആ മരിച്ചവരോട് അസൂയ തോന്നുന്ന രീതിയിൽ ഇന്ത്യയുടെ വർത്തമാനാവസ്ഥ മാറുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന ബഹുത്വമായിരുന്നു ഇന്ത്യ എന്ന ആശയം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ പേരല്ല, അതൊരാശയത്തിൻ്റെ പേരാണ്. ഈ സുനിൽ ഗില്ലാനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, ഇന്ത്യ എന്ന ആശയം. അതിൽ അദ്ദേഹം ഒരു തമാശ പറയുന്നുണ്ട്. അതായത് ഈ ഐറിഷ് തമാശ എങ്ങനെയാണ്, ട്രൗസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവചനമാണോ ഏകവചനമാണോ? നമ്മളെ ഈ സാധനം ട്രൗസേഴ്സ് ഏകവചനമാണോ ബഹുവചനമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബഹുവചനല്ലേ? എന്നിട്ട് ഗിൽനാനി പറയുന്നത്, സാധാരണഗതിയിൽ നമ്മൾ ഉത്തരം പറയാം, അത് മുകളിൽ ഏകവചനവും, ട്രൗസർ മുകളിൽ ഏകവചനവും അടിയിൽ ബഹുവചനവുമാണ്. പക്ഷെ ഗിൽനാനി പറയുന്നത് ഇന്ത്യ മുകളിലും ബഹുവചനമാണ്, താഴെയും ബഹുവചനമാണ്. അങ്ങനെ ഒരുപാട് ഞൊറികളുള്ള ഒരു ധോത്തി പോലെയാണ് ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യ. അതാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പം ഈ ആശയത്തെ ഇപ്പം നിങ്ങൾ ഈ സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ നയങ്ങളും എടുത്തു നോക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ അവസാനം PMC എടുത്തു നോക്കുക. ഇന്നലെ നിങ്ങളുടെ മറ്റേ വിനോവിശ്വത്തിൻ്റെ കൂടെ VJT ഹാളിൽ ഇത് ചർച്ച ചെയ്യാൻ ഞാനുണ്ടായിരുന്നു. അപ്പം PMC എടുത്ത് നോക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടിട്ടുള്ള എന്താണ്, വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാന, പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ തല ചുറ്റും. അങ്ങനത്തെ പേരുകളാണ് ഇവർ കൊടുക്കുന്നത്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാത്തിൻ്റെയും അടിത്തറ ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പം ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം. ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ദേശീയതയുണ്ട്. അത് നമ്മുടെ പൊളിറ്റിക്കൽ ദേശീയതയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ സമയം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇപ്പം ഉണ്ടായി വന്നിട്ടുള്ളൊരു സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് 2014 മുതൽ ഈ ബഹുസ്വരതയെ തകർത്തുകൊണ്ട് ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു മതം, ഒരു വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞ വികസിത് ഭാരത് ആയാലും സർവ്വശിക്ഷ അഭിയാനായാലും ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എന്തിനാണ് ഇവർ മാറ്റുന്നത്? നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാ ഇപ്പോൾ ഇവർ ഈ പാവം പിടിച്ച കുട്ടികളെ ഉപദ്രവിക്കുന്നത്? അത്ര കൃത്യമായിട്ട് ക്യാച്ച് ദം യങ്, അങ്ങ് ജർമ്മനിയിൽ നാസി കാലത്ത് നടപ്പിലാക്കിയ പോലെ ഏറ്റവും ചെറുപ്പക്കാരെ പിടിക്കുന്നു, ചെറുപ്പത്തിൽ കുട്ടികളെ പിടിക്കുക. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. 2ാം ക്ലാസ്സിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു സാധനം പറഞ്ഞു തരാം. അവർ ഫെസ്റ്റിവൽസ് എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. നമ്മുടെ ആഘോഷങ്ങൾ ഇംഗ്ലീഷിലാണ്. ഗണേശ് ചതുർത്ഥി ഈസ് ദി ബർത്ത് ആനിവേഴ്സറി ഓഫ് ലോർഡ് ഗണേശ. ഒന്നാമത്തെ സെൻറ്റൻസ്, ഗണേശ ചതുർത്ഥി എന്ന് പറയുന്നത് ലോർഡ് ഗണേശൻ്റെ ജന്മദിനമാണ്. രണ്ടാമത്തെ ശ്രദ്ധിക്കുക, ഓൺ ദാറ്റ് ഡേ
ഓൺ ദാറ്റ് ഡേ വി ഗോ ടു ടെമ്പിൾസ്. ആ ദിവസം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു. മൂന്നാമത്തെ സെൻറ്റൻസ്, ഈദ് ഈസ് ദി ഫെസ്റ്റിവൽ ഓഫ് മുസ്ലിംസ്. ഈദ് മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. ഓൺ ദാറ്റ് ഡേ ദേ ഗോ ടു മോസ്ക്. ആ ദിവസം അവർ പള്ളിയിൽ പോകുന്നു. എത്ര ചെറിയ കുട്ടികളുടെ മനസ്സിലേക്കാണ് നമ്മളും അവരും എന്ന് പറയുന്ന വിഭജനം ഉണ്ടാക്കി. ഇതിന് യാതൊരു മനസാക്ഷിക്കുത്തുമില്ല ഈ കൂട്ടർക്ക് എന്നുള്ളത്. അതുകൊണ്ടാണ് തൃപ്ത ത്യാഗി എന്ന് പറയുന്ന മുസഫറാബാദിലെ ടീച്ചർക്ക് ആ ക്ലാസ്സിലെ ഏക മുസ്ലിം കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ബാക്കി 49 പേരെ കൊണ്ടും അവൻ്റെ മുഖത്ത് അടിപ്പിക്കാൻ പറ്റുന്നത്. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ടീച്ചർക്ക് ഇതിനുള്ള മനസാക്ഷിക്കുത്തുണ്ടാകും. അപ്പോൾ എന്താണ് ഇവർ ഈ വെറുപ്പ് പടർത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുക. ആ വെറുപ്പ് പടർത്തുന്നതിൻ്റെ ഏറ്റവും പാരമ്യതയാണ് നമ്മുടെ പരകാല പ്രഭാകർ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ടിമ്പർ ഓഫ് ന്യൂ ഇന്ത്യ, വളഞ്ഞ മരം എന്നാണ് പറഞ്ഞത്. ഈ പുതിയ ഇന്ത്യയെ മരം വളഞ്ഞു കഴിഞ്ഞു. 14 കൊല്ലം കൊണ്ട് ഇത് വളഞ്ഞു കഴിഞ്ഞു. ഇത് നിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോദിയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയോണ്ടൊന്നും ആവില്ല. ഏതാണ്ട് ഒരു 2.5 പതിറ്റാണ്ടെങ്കിലും വേണ്ടി വരും മോദി നമ്മുടെ നാട്ടിൽ പടർത്തിയ വിഷത്തിൽ നിന്നും ഇന്ത്യയെ മുക്തമാക്കാനെന്നാണ് അദ്ദേഹം പറയുന്നതിന് ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നത്. 3ാമത്തെ തവണ ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ സമയമാണ്. അപ്പോൾ അദ്ദേഹം ഒരു സെഫോളജിസ്റ്റാണ്. ആർക്കായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എന്ന് അന്വേഷിക്കുന്ന സെഫോളജി എന്ന് പറയുന്ന ഒരു പഠനശാഖയുണ്ടല്ലോ, അതിൻ്റെ ഒരു എക്സ്പേർട്ട് കൂടിയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഗുജറാത്ത് ഇലക്ഷൻ്റെ മുഖ്യമന്ത്രിയായിട്ട് 3ാമതും മോദി ജനവിധി തേടുന്ന കാലത്ത് ഗുജറാത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലൂടെ കാറിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഏതാനും കർഷകർ ഈ ഗോതമ്പ് മെതിക്കുന്നുണ്ട്. അവിടെ കാറ് നിർത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുക? അവർക്കൊരു സംശയമില്ല, മോദിജി കെലിയെ, നിങ്ങൾ മോദിക്കാണെന്ന്. പക്ഷെ 2ാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചത്, എന്തുകൊണ്ട്, വൈ മോദി, എന്തിന് നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യണം? മുണ്ടുന്നില്ല. അവസാനം 3ാമത് ഇയാൾ പറയാണ്, നിങ്ങൾക്ക് നല്ല റോഡില്ല, നല്ല വെള്ളമില്ല, റേഷൻ ഷാപ്പില്ല, വിദ്യുത് ശക്തി ഇല്ല. ഇത്ര കാലമായിട്ട് 2 തവണ വന്ന ഒരു ഭരണമാണ്. 3ാമത്തെ തവണ വരുമ്പം ഈ ബേസിക് ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ 3ാമത് നിങ്ങൾ മോദിക്ക് എന്തിനു വോട്ട് ചെയ്യണം? എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ കൂട്ടത്തിൽ വയസ്സായ ഒരാൾ പറഞ്ഞു, വോ ഉൻ ലോഗോം കോ സബക്ക് സിക്കാ ദിയ. ഗുജറാത്തിയാണ്. സബക്ക് സിക്കാ ദിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മോദിജി ആ കൂട്ടരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അയാൾക്ക് വോട്ട് ചെയ്യും. ആ കൂട്ടരാരാ? മിയാക്കളാണ്. മിയാക്കൾ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ 6% വരുന്ന മുസ്ലിം. അപ്പോൾ പെർമനൻ്റായിട്ട് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള നിക്ഷേപം ഈ വെറുപ്പ് നിക്ഷേപിച്ചതിലൂടെ ആൾറെഡി ഗുജറാത്തിൽ നടന്നു എന്നാണ് ഞാൻ പറയുന്നതല്ല, പരകാല പ്രഭാകർ. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ പറയുന്ന ബഹുസ്വര ഇന്ത്യ നഷ്ടപ്പെടുന്നത്. അപ്പം എല്ലാ തരത്തിലുള്ള പലമകളെയും എല്ലാ തരത്തിലുള്ള വൈജാത്യങ്ങളെയും നിഷ്കാസിതമാക്കിയിട്ട് ഏകീകൃതമായ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമീപനമാണ് ഇപ്പോഴത്തെ ഭരണകൂടം നിർവഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പലമയെ പ്രകീർത്തിച്ചുകൊണ്ട്, പലമയെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട്, വൈജാത്യങ്ങളെ ആഘോഷിച്ചുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.